ഇന്ന് നമുക്ക് ഈ ഒരു അക്വേറിയം റീസെറ്റ് ചെയ്യാനുള്ളൊരു വർക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫിൽറ്ററിൻ്റെ പൈപ്പുകളും കാര്യങ്ങളൊക്കെ പുറത്തിങ്ങനെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ സൈഡ് ഇതിന് സമ്പ് ഫിൽട്രേഷൻ, അതിനകത്ത് ഇൻറ്റേർണൽ സമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു പരമാവധി ക്ലീൻ ചെയ്യാവുന്ന രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് റോക്ക് ആൻഡ് ഡ്രിഫ്റ്റ് കോമ്പിനേഷൻ, ഇതാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന റോക്കും ഡ്രിഫ്റ്റൊക്കെ. അതിൽ കുറച്ച് അനൂബിയാസിൻ്റെ പ്ലാന്റും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്വേറിയത്തിനകത്ത് നമ്മൾ ഫിൽറ്ററിൻ്റെ വയറുകളോ എയറിൻ്റെ ട്യൂബുകളോ ഒന്നും ഇല്ലാതെ പ്ലെയിൻ സ്പേസ് ആയിരിക്കും അക്വേറിയത്തിൽ നമുക്ക് വിസിബിളായിട്ടുണ്ടാവുക. നമ്മൾ കാണുന്ന ഭാഗത്ത് അക്വേറിയത്തിലെ മീനുകളും അതേപോലെ പ്ലാന്റുകളും മാത്രം, അതൊരു ഡെക്കറേറ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു രീതി. അപ്പം മേലെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണാതെ നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം ഇതിൻ്റെ അക്വേറിയത്തിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള പാർട്ടിലൊന്നും നമുക്കൊരു വിസിബിളായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇതിനകത്ത് കുറച്ച് അനൂബിയാസ് പ്ലാന്റാണ് ചെയ്തിട്ടുള്ളത്. ഈസി മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു അക്വേറിയമാണിത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് അക്വേറിയം ചെയ്യണം എന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടാൽ മതി. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു അക്വേറിയം നമുക്ക് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാണാനും ഭംഗിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാലാകാലം അത് ഉപയോഗിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.